പലരും പറയാറുണ്ട് കുറെ പണം സമ്പാദിച്ച ശേഷം നിക്ഷേപം തുടങ്ങാമെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. സമ്പാദ്യം ആദ്യം എന്ന് കരുതുന്ന പലരുടെയും പണം വർഷങ്ങളോളം കുറഞ്ഞ പലിശ കിട്ടുന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ വെറുതെ കിടക്കുകയാണ് ചെയ്യുന്നത്. മറ്റു ചിലരാകട്ടെ യാതൊരു സമ്പാദ്യവുമില്ലാതെ നിക്ഷേപം തുടങ്ങുകയും വിപണിയിൽ ചെറിയ ഇടിവ് വരുമ്പോൾ തന്നെ പരിഭ്രാന്തരാവുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും ശരിയായ രീതിയല്ല. സമ്പാദ്യവും നിക്ഷേപവും രണ്ടും പ്രധാനമാണ്. എന്നാൽ അവ രണ്ടും ഒന്നല്ല. ഇവ രണ്ടും കൂട്ടിക്കുഴച്ചാൽ നിങ്ങളുടെ പണം ശരിയായി പ്രവർത്തിക്കുകയുമില്ല. ഇന്നത്തെ വീഡിയോയിൽ സമ്പാദ്യവും നിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും എപ്പോൾ ഏത് ചെയ്യണമെന്നും ഇവ രണ്ടും എങ്ങനെ ബുദ്ധിപൂർവ്വം ഒരുമിപ്പിക്കാമെന്നും അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികമായി സുരക്ഷിതത്വം ലഭിക്കുകയും കാലക്രമേണ നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്നുമാണ് വിശദീകരിക്കുന്നത്. സമ്പാദ്യം എന്നത് ഹ്രസ്വകാല ആവശ്യങ്ങൾക്കും അടിയന്തര സാഹചര്യങ്ങൾക്കുമായി പണം സുരക്ഷിതമായി മാറ്റിവെക്കുന്ന രീതിയാണ്. ഒരു സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്ന പണം, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ, വീട്ടിൽ സൂക്ഷിക്കുന്ന പണം എന്നിവയൊക്കെ സമ്പാദ്യത്തിൽ പെടും. ഇക്കാര്യത്തിൽ കുറഞ്ഞ റിസ്ക് മാത്രമാണുള്ളത് എന്നതാണ് ഏറ്റവും വലിയ ഗുണം. പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഉയർന്ന ലിക്വിഡിറ്റിയുമുണ്ട്. അതായത് ആവശ്യമുള്ളപ്പോൾ പണം വേഗത്തിൽ ലഭ്യമാകും. പക്ഷെ ഇതിൽ നിന്ന് കുറഞ്ഞ വരുമാനം മാത്രമാണ് ലഭിക്കുക. പലിശ സാധാരണമായി മിതമായിരിക്കും. എന്നാൽ നിക്ഷേപം എന്നത് കാലക്രമേണ വളരാൻ സാധ്യതയുള്ള ആസ്തികളിൽ പണമിടുന്നതാണ്. പക്ഷേ ഇതിൽ റിസ്കുകൾ ഉൾപ്പെടുന്നുണ്ട്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും ഓഹരികളും ബോണ്ടുകളും ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ ഇക്കൂട്ടത്തിൽ പെടുന്നവയാണ്. റിയൽ എസ്റ്റേറ്റ്, ഫിസിക്കൽ അല്ലെങ്കിൽ ഡിജിറ്റൽ സ്വർണം എന്നിവയും നിക്ഷേപ സാധ്യതകളാണ്. നിക്ഷേപത്തിന്റെ പ്രധാന സവിശേഷതകൾ നോക്കിയാൽ ദീർഘകാലയളവിൽ ഉയർന്ന വളർച്ചാ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് ആദ്യത്തേത്. പക്ഷെ ചെറിയ കാലയളവിൽ മൂല്യം കൂടുകയോ കുറയുകയോ ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ ലിക്വിഡിറ്റിയും കുറവാണ്. വിൽക്കാനോ പിൻവലിക്കാനോ ഒക്കെ സമയമെടുത്തേക്കാം. അതുകൊണ്ട് തന്നെ നിക്ഷേപം പ്രധാനമായും ഭാവിയിലെ ലക്ഷ്യങ്ങൾക്കായി സമ്പത്ത് കെട്ടിപ്പടുക്കാനാണ്, പെട്ടെന്നുള്ള ആവശ്യത്തിനുള്ള പണമല്ല. ഈ വ്യത്യാസമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഉടൻ ആവശ്യമുള്ള പണം സമ്പാദ്യമായി തന്നെ കയ്യിൽ വെക്കുകയും വർഷങ്ങളോളം ആവശ്യമില്ലാത്ത പണം നിക്ഷേപിക്കാൻ പരിഗണിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഇതുവരെ ഒരു എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അത് സമ്പാദിക്കുക എന്നതാണ്. മിക്ക വിദഗ്ധരും ശുപാർശ ചെയ്യുന്നത് നിങ്ങളുടെ അടിസ്ഥാന ചെലവുകളുടെ 3 മുതൽ 6 മാസത്തെ തുക സുരക്ഷിതമായ ഒരിടത്ത് സൂക്ഷിക്കാനാണ്. ഇതിനുശേഷം നിങ്ങൾ നിക്ഷേപം തുടങ്ങുന്നതായിരിക്കും നല്ലത്. കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, ഭാവിയിൽ ഒരു വീട് വാങ്ങൽ, വിരമിക്കൽ പദ്ധതികൾ എന്നിവയ്ക്കൊക്കെ ഈ നിക്ഷേപം സഹായകമാകും. കുറച്ചു വർഷത്തേക്ക് ഈ പണം തൊടാൻ കഴിയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട്. ഇത് വിപണിയിലെ കയറ്റിറക്കങ്ങളെ അതിജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. സുരക്ഷിതമായ നിക്ഷേപങ്ങളിൽ നിങ്ങളുടെ മൂലധനം നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ വരുമാനവും കുറവായിരിക്കും. നിക്ഷേപത്തിന് ഉയർന്ന വരുമാന സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെയും എത്രത്തോളം കാലം നിക്ഷേപം നിലനിർത്തുന്നു എന്നതിനെയും ആശ്രയിച്ച് ഹ്രസ്വ കാലയളവിലോ സ്ഥിരമായോ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ആവശ്യമുള്ള പണം നിക്ഷേപിക്കരുത് എന്ന് പറയുന്നത്. എമർജൻസി ഫണ്ട് ഇല്ലാതെ വന്നാൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നിക്ഷേപങ്ങൾ വിൽക്കാൻ നിങ്ങൾ നിർബന്ധിതരാകാം. ഒരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബാക്കിയുള്ള പണം കൂടുതൽ ആത്മവിശ്വാസത്തോടെ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് കഴിയും. വിപണിയിൽ ചാഞ്ചാട്ടം ഉണ്ടാകുമ്പോഴെല്ലാം നിരന്തരമായ സമ്മർദ്ദം ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷെ ദീർഘകാലയളവിൽ ഇത് നിരീക്ഷിക്കുമ്പോൾ ലാഭം ഉണ്ടാകുന്നത് കാണാൻ സാധിക്കും. സമ്പാദ്യവും നിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസവും ഇവയുടെ ആവശ്യകതയും എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എന്തായാലും ഉടൻ തന്നെ സമ്പാദ്യവും നിക്ഷേപവും ഉണ്ടാക്കുന്നതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങാവുന്നതാണ്. ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വലിയ സുരക്ഷ ഉറപ്പാക്കാനാകും. ആവശ്യമായ ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന ബോധ്യമുണ്ടെങ്കിൽ തന്നെ സമാധാനമായി ഉറങ്ങാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം 24/7 ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.